കിട്ടിയാണോ? ഇല്ല, ഫോണ് കിട്ടുന്നില്ല. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, അടിയങ്ങളെ കൂടി വരുന്നയോടൊന്ന് അനുഗ്രഹിക്കണമേ. ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ സേവനത്തിലൂടെയും നാടിന്റെ നന്മയുടെ പ്രവർത്തനത്തിലൂടെയും ഒക്കെ ജീവിതം അന്വർത്ഥമാക്കിക്കൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ വലിയ വ്യക്തിത്വത്തിന് മുമ്പിൽ ഞങ്ങൾ തലകളെ വണങ്ങിക്കൊണ്ട് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നിന്നെ സ്തുതിക്കട്ടെ. സേവനം ശുശ്രൂഷയാണ്, ആരാധനയാണ് ഞങ്ങളെ പഠിപ്പിച്ചു. അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി. ഈ ചെറിയൊരു വ്യക്തിന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതാകുന്ന ദൈവവചനം തന്റെ ശുശ്രൂഷകളുടെയും പ്രവർത്തനത്തിലൂടെയും കാട്ടിത്തന്ന മാതൃക ദൈവമേ ഞങ്ങൾക്ക് പിന്തുടരുവാൻ മടിയാക്കണം. ഇവിടെ ഞങ്ങൾ നടത്തപ്പെടുന്നതായ ഈ എളിയ ശുശ്രൂഷയിലൂടെ അദ്ദേഹത്തിന്റെ നാമത്തിൽ ഉള്ള പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ നാമം കൂടുതൽ മഹത്വപ്പെടുവാനും വലുപ്പെടുവാനും ആ ശുശ്രൂഷകളുടെ അനേകരെ ഞങ്ങളും ശുശ്രൂഷിപ്പാൻ്റെ കൊണ്ടുമടിയാക്കണമേ. നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. കൂടുതൽ അനേകര് മനുഷ്യ സമൂഹം ആ അനുഗ്രഹത്തിലൂടെ വളരുവാനും അറിയുവാനും എന്നും ആ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനം നടത്തപ്പെടുന്ന ഈ ദിവസത്തിൽ ആത്മാവ് സ്വർഗത്തിൽ സന്തോഷിക്കുവാനൊക്കെ വേണം അവിടെ ഇടയാക്കണം. ഞങ്ങൾക്ക് മാതൃകയായി പോകാനൊക്കെ വേണം. ഞങ്ങളും ആ പാതയെ തന്നെ പിൻപറ്റുവാനൊക്കെ കൊണ്ട് ഇടയാക്കണം. സകലമോടത്ത് കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. മാനവ മഹത്വം നിനക്കുള്ളതാകുന്നു. ഞങ്ങളെന്നും നിനക്ക് സ്തുതിയും സ്വതന്ത്രവും അർപ്പിക്കുമാറാകണമേ. സാറിന്റെ ചിത്രത്തില് സാറ് സ്വാഗതമാശംസനായിട്ട് അനുഗ്രഹിച്ചു. ചീഫ് മിനിസ്റ്ററായിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ 82ാമത്തെ പിറന്നാൾ ദിവസം ഇങ്ങനെ ഒരുമിച്ച് വരുവാൻ അവസരം ഉണ്ടായി. അതിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ മന്ദിരത്തിന്റെ ചെയർമാനും ഞങ്ങളുടെ വഴികാട്ടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജോർജ് വർഗീസ് സാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഏകമകനും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനുമായ MLA ചാണ്ടി ഉമ്മൻ സാറിനെ ഇന്നത്തെ ഈ ചെറിയ പരിപാടിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പടം അനാച്ഛാദനം ചെയ്യുവാനായിട്ട് ഇവിടെ വന്നെത്തിയതിനും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഗവർണിംഗ് ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ പ്രിയപ്പെട്ട ആശുപത്രി സ്റ്റാഫ് അംഗങ്ങൾ, പ്രിയപ്പെട്ട അച്ഛന്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടെ അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കകം കടന്നു വരുന്നത് നമ്മുടെ MLA ആയിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ പേരിൽ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യും.
ബഹുമാന്യനായ ചാണ്ടിയമ്മൻ സാറ്, സ്നേഹം നിറഞ്ഞ മന്ദിരത്തിന്റെ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, മന്ദിരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം. മാളിയേക്കൽ കുടുംബത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഏകദേശം മിഷണറി ഉൾപ്പെടെ 3 കോടി രൂപയിലധികം ചെലവഴിച്ചുള്ള ഈ ബൃഹത്തായ പ്രസ്ഥാനമാണ് നമ്മൾ ആരംഭിച്ചത്. അതിന്റെ ഉദ്ഘാടനം 2 മാസം മുമ്പ് ആദരണീയനായ കേരള ഗവർണർ നിർവഹിക്കുകയുണ്ടായി. ആ സമയത്ത് ഈ ചിത്രം ഇവിടെ അനാച്ഛാദനം ചെയ്യാൻ സാധിച്ചില്ല. ഗവർണറുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ മീറ്റിംഗ് നടത്തിയത് തൊട്ടടുത്തുണ്ടായിരുന്ന പന്തലിലാണ്. എന്നാൽ ഇന്ന് ആ ചിത്രം ഈ ജന്മദിനത്തില്, ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ ജന്മദിനത്തിൽ തന്നെ ഈ ചിത്രം അനാച്ഛാദനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ ദിവസം തന്നെ ഒരു സ്പെഷ്യൽ റൂമും, അതായത് ഇപ്പോൾ ഡയാലിസിസിന് റൂംസ് ഇല്ല, എല്ലാ 20 ആളുകളും ബെഡുകൾ ഒരുമിച്ചാണ്, അത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് രണ്ടുമുള്ള ഹ്രസ്വമായ ചടങ്ങ് മാത്രമാണ് ഇവിടെ. ഈ ദിവസം നമുക്കറിയാമല്ലോ, ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ ജന്മദിനം. കേരളമെമ്പാടും ധാരാളം പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിൽ ഇനി ഈ നിമിഷം മുതൽ ധാരാളം പ്രോഗ്രാമുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ചാണ്ടിയമ്മൻ സാറിനെ, മന്ദിരത്തിന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ സാറിനെ വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്നവരെയും ഞാൻ സ്വാഗതം ചെയ്തു. ഈ ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴ് ബഹുമാന്യനായ ചാണ്ടിയമ്മൻ സാർ നമ്മളോട് സംസാരിക്കുകയും തുടർന്ന് ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നതുമാണ്. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഈ മന്ദിരം ഹോസ്പിറ്റൽസിന്റെ ചെയർമാൻ ഡോക്ടർ സാർ, പ്രിയപ്പെട്ട MK കുഞ്ഞാശൻ, പ്രിയപ്പെട്ട ഡോക്ടർ മേഘാൻ അവർ, പ്രിയപ്പെട്ട മറ്റ് വിദ്യാഭ്യാസമുള്ള സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവർ, വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് എന്റെ പിതാവിന്റെ പേരിൽ ഇവിടെ ഒരു ഫോട്ടോ അനാച്ഛാദനം ചെയ്യപ്പെടുന്നു എന്ന് കാണുന്നത്. പ്രത്യേകിച്ച് മന്ദിര ഹോസ്പിറ്റലില് വലിയ കടപ്പാട് എനിക്കിവിടെ ഉണ്ട്. കാരണം നമ്മുടെ കണ്ടക്കൽ ഫാമിലി അതുപോലെ ഫൗണ്ടേഷൻ ചേർന്ന് ചെയ്ത ആ ഡയാലിസിസിന്റെ സെന്റർ പ്രിയങ്കനായ നമ്മുടെ ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ചടങ്ങാണ് ഇന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ നീണ്ട പ്രസംഗത്തിനൊന്നുമില്ല, കാരണം ഞാനിപ്പം തിരുവനന്തപുരത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. എനിക്ക് ഇനി അങ്ങോട്ട് 3 പരിപാടികൾ ബാക്കിയുണ്ട്. പുതുപ്പള്ളിയിലെ IHRDയിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഉദ്ഘാടനമുണ്ട്. വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രത്തിൽ 15 ലക്ഷം രൂപ കൈമാറുന്ന ചടങ്ങുണ്ട്. പിന്നെയാണ് പ്രധാന ചടങ്ങ് 1000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ദിവസമാണ്, 20 വീടുകൾ കൈമാറുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എന്തായാലും വളരെയധികം നന്ദി. ഈ അവസരത്തിൽ മന്ദിരം ഹോസ്പിറ്റലോട് പറയാനുള്ളത്, പിതാവിനെ ഇത്രയും സ്നേഹത്തോടുകൂടി ഓർക്കുവാൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫോട്ടോ, ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങാനും അതുപോലെ തന്നെ ഫോട്ടോ അനാച്ഛാദനം ഉൾപ്പെടെ ചെയ്യുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലൊന്നാണ് മന്ദിരം. നമുക്കറിയാം, ഇവിടുത്തെ എത്രയോ വർഷം, എത്രയോ പതിറ്റാണ്ടുകളായി മന്ദിരം ഹോസ്പിറ്റല് ഈ നാടിന് വലിയ സേവനമാണ് ചെയ്യുന്നത്. ആ സേവനത്തിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ഡയാലിസിസ് സെന്റർ കൂടെ വന്നിരിക്കുകയാണ്. അപ്പം അത് ആൾക്കാരെ സഹായിക്കുന്ന വിധം ഈ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തനം നടത്തുന്നതാണ് കാണുമ്പോൾ ഇനി വരുന്ന പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളൊക്കെ ആൾക്കാരെ സഹായിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഈ ഹോസ്പിറ്റലിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നത്. ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അൺവീൽ ചെയ്തിരുമ്പോൾ ഒരു നിമിഷം ബഹുമാനപ്പെട്ട MLA ഈ ഡയാലിസിസ് യൂണിറ്റ് ഒന്ന് കാണും. അപ്പോഴത്തേക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഇവിടെ താഴെ വരും. അൺവീലിംഗ് ആ സമയം നടക്കും.
ഇല്ല. ഉള്ള സുഖമായിരിക്കുന്നു. ഒരു സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ ഒരു പാരാമെഡിക്കൽ കോഴ്സ്. വളരെ ധൃതിയിലാണ് MLA ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നീതിമാനായ ഒരു നല്ല മനുഷ്യന്റെ 82ാം ജന്മദിനം, അവിടെ അതിഗംഭീരമായ ആഘോഷങ്ങൾ, അതിനിടയ്ക്ക് ഒരു കൊച്ചു പരിപാടിക്ക് വന്ന പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLAയോട് മന്ദിരം കുടുംബത്തിനുള്ള നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. ഫോർമലായിട്ടുള്ള നന്ദി പ്രകടനമൊന്നുമില്ല. ചെയർമാനുണ്ട്, മെഡിക്കൽ സൂപ്രണ്ടുണ്ട്, പ്രിയപ്പെട്ട ഒത്തിരി പേരുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ഇതിൽ വന്ന് സംബന്ധിച്ചതിനുള്ള നന്ദി അറിയിക്കട്ടെ. പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാർ വരുന്നുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു വാക്ക് നന്ദി പറയും. നിറഞ്ഞു പോവുക, അതുകൊണ്ടാണ് ആരെ ഗേറ്റിന്റെ അവിടെ എത്തിയെന്നാണോ? എല്ലാവരുടെ അനുവാദത്തോടുകൂടി ചാണ്ടിയമ്മൻ സാർ പോവുകയാണ്. അവിടെ നമുക്കൊരു ചെറിയ ഇനോഗ്രേഷൻ കൂടെ എല്ലാം നടത്തുന്നുണ്ട്. ഒരു സംസാരിച്ചതിന് ശേഷം